കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവർക്കെതിരെ അന്വേഷണം നടത്താൻ പോലീസിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇഡിയുടെ അന്വേഷണ പരിധിയിലുള്ള മുഴുവൻ ആളുകൾക്കുമെതിരെയും അന്വേഷണം നടത്തണം. 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവർക്കെതിരെ അന്വേഷണം നടത്താൻ പോലീസിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കൂടുതൽ വിവരങ്ങൾ രേഷ്മ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അന്വേഷണം നടത്തണമെന്ന് പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയാണ്. അത്തരത്തിൽ അന്വേഷണം നടത്തിയാൽ മാത്രം പോരാ, ഇഡിയുടെ അന്വേഷണ പരിധിയിലുള്ള മുഴുവൻ ആളുകൾക്കുമെതിരെയും അന്വേഷണം നടത്തണമെന്നുള്ള നിർദ്ദേശമുണ്ട്. 3 മാസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ടും ഹൈക്കോടതിക്ക് സമർപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്ന് വരികയാണ്. എന്തായാലും നമുക്കറിയാം, കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നിരവധി രാഷ്ട്രീയ നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരാണ്. നിലവിലുള്ള MP മുൻ മന്ത്രിയായിട്ടുള്ള K രാധാകൃഷ്ണനെ കഴിഞ്ഞ ദിവസം ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതൊക്കെ വലിയ വാർത്തയായി വന്നതാണ്. രാഷ്ട്രീയ നേതാക്കൾ, ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, അവരാണ് സഹകരണ ബാങ്കിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അന്നത്തെ ജില്ലാ സെക്രട്ടറി, CPMൻ്റെ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിലാണ് മുൻ മന്ത്രിയും നിലവിൽ ഇപ്പോൾ MP-യുമായിട്ടുള്ള K രാധാകൃഷ്ണനെ ED കാര്യങ്ങൾ വിശദമാക്കാൻ വേണ്ടി ചോദ്യം ചെയ്തത്. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഹൈക്കോടതി തന്നെ നേരിട്ട് നിർദ്ദേശം നൽകുകയാണ്. കരുവന്നൂർ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട നേതാക്കളെ, രാഷ്ട്രീയ നേതാക്കളെ ചോദ്യം ചെയ്യണം, അന്വേഷിക്കണം എന്നുള്ള നിർദ്ദേശം കോടതി നൽകുന്നു. കൂടുതൽ വിവരങ്ങൾ രേഷ്മ. വിനോദ്, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കള്ളപ്പണ ഇടപാട് കേസിൽ EDയുടെ അന്വേഷണം വളരെ കൃത്യമായിട്ടും കാര്യക്ഷമമായിട്ടും മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അവരത് സംബന്ധിച്ചുള്ള നടപടികൾ ഏത് വിധത്തിൽ എത്തിയിട്ടുണ്ടെന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടൊരു സത്യവാങ്മൂലം അടക്കം ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിൽ തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നിർണായകമായിട്ടുള്ള നിർദ്ദേശം പോലീസിന് വന്നിരിക്കുന്നത്. അതായത് ED കേസിൽ EDയുടെ അന്വേഷണ പരിധിയിൽ ആരെല്ലാമാണ് ഉണ്ടായിട്ടുള്ളത് അവർക്കെതിരെ അന്വേഷണം നടത്താനായിട്ടാണ് പോലീസിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 3 മാസത്തിനുള്ളിൽ ഈ അന്വേഷണം നടത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനെ നേരിട്ട് വിളിച്ചു വരുത്തിക്കൊണ്ടായിരുന്നു ഹൈക്കോടതി ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അടക്കം അന്വേഷണം വേണമെന്നാണ് പോലീസിന് ഹൈക്കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം. CPMന്റെ രാഷ്ട്രീയ നേതാക്കളാണ് ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് EDയുടെ അടക്കം അന്വേഷണ പരിധിയിലുള്ളത്. അവർക്കെതിരെ അടക്കം അന്വേഷണം വേണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിലപാട്. അതുമാത്രമല്ല, ഹൈക്കോടതി എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആരെയും രക്ഷിക്കാൻ ശ്രമിക്കരുത്, അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നടപടി ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി പോലീസിന് ഹൈക്കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് അത് CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൃശൂർ സ്വദേശിയായിട്ടുള്ള MV സുരേഷ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടക്കാല ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ച വേളയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഹൈക്കോടതി ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതായത് EDയുടെ അന്വേഷണം വളരെ കൃത്യമായിട്ടും കാര്യക്ഷമമായിട്ടും മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് സംസ്ഥാന പോലീസിന്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നത്? 4 വർഷമായിട്ടും എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചില്ല? ഇതടക്കമുള്ള ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചത്. ആ സമയത്ത് ഹൈക്കോടതിയിൽ സംസ്ഥാനം നൽകിയ അല്ലെങ്കിൽ സർക്കാർ നൽകിയ ഒരു മറുപടി, ED കേസ് രേഖകൾ കൊണ്ടുപോയിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ യഥാർത്ഥ കേസ് രേഖകൾ ഉണ്ടെങ്കിൽ മാത്രമേ അന്വേഷണം നടത്താൻ സാധിക്കൂ എന്നുള്ളതായിരുന്നു മറുചോദ്യമായിട്ട് ഹൈക്കോടതി ഉന്നയിച്ചത്. അതുമാത്രവുമല്ല, ഈ നിലവിൽ ഇന്ന് ഹൈക്കോടതി ഈ ഹർജി പരിഗണിച്ച സമയത്ത് സംസ്ഥാന സർക്കാർ അറിയിച്ചത് പോലീസ് നിലവിൽ ഒരു കുറ്റപത്രം, ആദ്യത്തെ കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളതാണ്. എന്തായാലും പോലീസിന്റെ അന്വേഷണം കൃത്യമായിട്ട് നടത്തണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിലപാട്. ഒരു വേള ഈ ഹർജി പരിഗണിച്ച സമയത്ത്, അതായത് വാദം നടന്ന വേളയിൽ CBIക്ക് കൈമാറേണ്ടി വരുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതി നടത്തിയിരുന്നു. അതിനിടയിൽ തന്നെയാണ് ഉത്തരവ്, ഇടക്കാല ഉത്തരവ് എന്നുള്ള രീതിയിൽ സർക്കാരിന് നൽകിയിട്ടുള്ള നിർദ്ദേശം, അതായത് പോലീസിന് നൽകിയിട്ടുള്ള വ്യക്തമാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കളെ, അവർക്കെതിരെ ഉള്ള ആരോപണങ്ങൾ അന്വേഷിക്കണം, അവരെ ചോദ്യം ചെയ്യണം, 3 മാസത്തിനകം ഈ റിപ്പോർട്ട് കോടതിക്ക് നൽകുകയും വേണം എന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.